ഒരൊറ്റ ആൾ മുണ്ടി നോക്കട്ടെ പിണറായി മാറണമെന്നിപ്പം. കേരളത്തിലെ മുഴുവൻ കവലകളിലും CPM പ്രകടനം നടത്തും. പാർട്ടി സെക്രട്ടറി ഒന്ന് പറയാൻ ധൈര്യം കാണിച്ചാൽ മതി. പാവപ്പെട്ട സഖാക്കൾ, ഈ തൊഴിലാളികൾ, ഈ തൊഴിലുറപ്പുകാർ, ഈ ചുമട്ടുകാർ, ഈ വണ്ടി ഓടിക്കുന്ന സഖാക്കൾ, CITക്കാർ, കേരളം മുഴുവൻ വെളിയിലിറങ്ങും മുഖ്യമന്ത്രി മാറണമെന്ന് പറഞ്ഞിട്ട്. അറിയോ നിങ്ങൾ? അതിനൊന്ന് പറയാനുള്ള ത്രാണി വേണം. ഹലോ മുഖ്യമന്ത്രി, അത്രയൊക്കെ ആയി. ഇനി നിങ്ങളെ വെച്ച് ഈ വണ്ടി ഉന്താൻ കഴിയില്ല. ഞങ്ങളെ കാര്യം, പാട്ടിൻ്റെ കാര്യം പോക്കാൻ ദയവായി നിങ്ങളൊന്ന് മാറി നിൽക്കണം. അയാളെന്തായാലും സ്വയം മാറാൻ തയ്യാറില്ല. അത് പറയാൻ ഈ പാർട്ടിക്ക് ത്രാണിയുണ്ടോ? പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പറയോ? ബേബി പറയോ? അഖിലേന്ത്യാ സഖാവ് ബേബി പറയോ? ആരാ പറയാ? ഇനി ജനം പറയാൻ പോകട്ടെ മക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ. 2026 ജനം പറയാൻ പോവാണ്. അതിൻ്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ ആ പാർട്ടിയും സഖാക്കളും ഇവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ ഇതന്നെ വാട്ടർലൂ ആണ്, വാട്ടർലൂ. അതാ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ അഗ്നിപർവ്വതമായി നിൽക്കുകയാണ് കേരളം. ഈ കുടുംബാധിപത്യ, സ്വേച്ഛാധിപത്യ, ഏകാധിപതിയുടെ കീഴിൽ. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഒരൊറ്റ വാക്കും കൂടി, വോട്ട് ചെയ്ത് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും, പിന്തുണ നൽകിയ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യർക്കും, പത്രമാധ്യമ പ്രവർത്തകർക്ക്, തൊഴിലാളികൾക്ക്, പ്രവാസികൾക്ക്, ഇനി വേണ്ട മനുഷ്യരായി ജീവിച്ച സകലമാന മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ജനങ്ങൾ അണിനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ ഭൂമിയിൽ മരിച്ച വീഴുന്നവരെ ഒരുത്തൻ്റെയും കാല് പിടിക്കാതെ, ആരെയോടും ഉപഹാരം തേടാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ PV അൻവർ ഉണ്ടാകുമെന്ന് സർവശക്തന് മുമ്പിൽ വാക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അത് നമുക്ക് സൗകര്യമാവും പറയാം. അല്ല, അത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തയ്യാറാണെങ്കിൽ. കാരണം പിണറായിസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ വളരാൻ പോകുന്ന മരുമോനിസാണ്. അത് അതിലും അപകടമാണ്. ആ മരുമാനസത്തിൻ്റെ അടിവേര് വെട്ടാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ മനുഷ്യരെ കണക്കിലെടുത്ത്, മലയോര കർഷകരെ കണക്കിലെടുത്ത്, ഈ മലപ്പുറം ജില്ലയുടെ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും ചേർത്ത് ഈ പറയുന്ന മലയോര മേഖലക്ക് ഒരു മലയോര ജില്ല രൂപീകരിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോടും മലയോര കർഷകരോടും നീതി പുലർത്താനൊക്കെ തയ്യാറായ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു മുന്നണിക്കെടുക്കാവുന്ന തീരുമാനമുള്ളൂ. PSC മെമ്പർമാരുടെ കാര്യം 21-ൽ 5 ആക്കണം. ശമ്പളം വെട്ടിക്കൊടുക്കണം. ഇവർക്ക് എന്തിനാ പെൻഷൻ കൊടുക്കുന്നത്? എന്തിനു കൊടുക്കുന്നത്? 5 കൊല്ലത്തെ സേവനത്തിന് ജീവിതകാലം മുഴുവൻ പെൻഷൻ. എത്ര കോടി ഉറുപ്പിക ഒരുത്തിന് കൊടുക്കുന്നത്? എന്താ അവൻ്റെ സേവനം? 4 ആളെ സെലക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ പണിയാണ് PSC മെമ്പർ പറഞ്ഞാൽ. നിങ്ങളെ കടയിലേക്ക് 2 ആളെ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യും. നീ എന്താ പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് എടുക്ക്. ഇതാ പണി. ഇതല്ലേ പണി? ഇതിനെന്തിനാ 21 ആൾ? എന്തിനാ 4 ലക്ഷം ശമ്പളം? എന്തിനാ അവർക്ക് പെൻഷൻ? ഇതൊക്കെ അങ്ങേയറ്റത്തെ അനീതിയല്ലേ? ഈ പാവപ്പെട്ട മനുഷ്യനെ കൊള്ളയടിച്ചിട്ട് ഈ നികുതി വാങ്ങിയിട്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അക്രമമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അനീതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഒരു മാറ്റം ഉണ്ടാക്കണം UDF. കേരളത്തിലെ ജനത, യുവത അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രപ്പോസൽ, നല്ല കൃത്യമായ ഒരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ ജനം കൂടെ നിൽക്കും. അത്രേ പറഞ്ഞിട്ടുള്ളൂ.